തന്നെ ജാസ്മിനെ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവരും. അതിൽ അബി പറഞ്ഞ ഒരു ഡയലോഗാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നീ ഈ ആഴ്ച കിച്ചണിൽ കയറിയിട്ടേ ഇല്ല, നിന്നെ ഞാൻ കിച്ചണിൽ കണ്ടിട്ടില്ല. ഞാൻ ഫുൾ ടൈം നോക്കുന്ന സമയത്ത് അൻസിബ മാത്രം നിന്ന് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നവിടെ പറയുന്നുണ്ടായിരുന്നു അബി. അപ്പോഴേക്കും ജാസ്മിൻ അവിടെ കണക്ക് നിരത്തി എന്നെ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം, നീ വായോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ശ്രീധുവിന്റെ അടുത്തേക്ക് പോവുകയും ഇന്നലെ ഞാൻ പാത്രം കഴുകിയില്ലേ, ഇന്നലെ ഞാൻ പച്ചക്കറി എരിഞ്ഞു കൊടുത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കണക്ക് നിരത്താനായിട്ട് ആരംഭിച്ചു. അപ്പൊ അബി പറഞ്ഞൊരു വാചകമുണ്ട്, എന്തായാലും നീ കിച്ചണിൽ അല്ലറ ചില്ലറ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നിന്നേക്കാൾ കൂടുതൽ പണി ഈ ആഴ്ച കിച്ചൺ ടീമിൽ ഞാനാണ് എടുത്തിട്ടുള്ളത്, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് അബി അവിടെ പറഞ്ഞു. അത് ആദ്യമൊക്കെ എതിർക്കാനായിട്ട് ജാസ്മിൻ മുതിർന്നെങ്കിലും ബാക്കി എല്ലാവരും ജാസ്മിനെതിരെ തിരിഞ്ഞു. എല്ലാവരും പറഞ്ഞു അവിടെ ക്യാപ്റ്റൻ ആണെന്നുണ്ടെങ്കിലും അൻസിബി ആണെന്നുണ്ടെങ്കിലും ഒക്കെ പറഞ്ഞു നീ പണിയെടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ല ഞാൻ പണിയെടുത്തിട്ടുണ്ട്, കൂടുതൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരി, എനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ, ഞാൻ പണിയെടുത്തിട്ടില്ല എന്ന് പറയരുത്, ഞാൻ വളരെ കുറച്ചാണെങ്കിൽ പോലും അത്യാവശ്യം എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അബി പറഞ്ഞു നീ ചെയ്തു കൊടുത്തിട്ടുണ്ടാവായിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷെ നിന്നേക്കാൾ കൂടുതൽ പണി എന്തായാലും ഈ ആഴ്ച കിച്ചണിൽ എടുത്തിട്ടുള്ളത് ഞാനാണ്, അതിൽ യാതൊരു സംശയം വേണ്ട, നിന്നെ ഞാൻ കിച്ചണിൽ കണ്ടിട്ട് കൂടിയില്ല എന്ന് അവിടെ അബി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതെന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നി. കിച്ചണിൽ ഈ വശത്തേക്ക് അവിടെ ജാസ്മിൻ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വന്നിട്ട് 2 പച്ചക്കറി എറിഞ്ഞു കൊടുക്കുക, 2 പാത്രം കഴുകി കൊടുത്തു എന്നല്ലാതെ കിച്ചണിന്റെ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അൻസിബ മാത്രമാണ് ചെയ്തിരുന്നത്. പിന്നെ അൻസിബയ്ക്ക് വയ്യ എന്ന് പറഞ്ഞ സമയത്ത് ബാക്കിയുള്ളവർ വന്ന് അവിടെ കിച്ചണിൽ വന്ന് പണിയെടുത്ത് കാര്യങ്ങൾ നീക്കുമായിരുന്നു. എന്നിരുന്നാൽ പോലും അവിടെ ഗബ്രിയായിട്ട് സംസാരിച്ചിരിക്കാനായിട്ട് ജാസ്മിൻ ഒരു വയ്യായിക ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കിച്ചണിൽ കയറാനും പണിയെടുക്കാനും മാത്രം ജാസ്മിനെ കൊണ്ട് ഒട്ടും വയ്യായിരുന്നു.